അപ്പൊ നമ്മള് നമ്പർ സിസ്റ്റത്തിന്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ആണോ? എന്തായിരുന്നു? ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ്. എന്താണ് മക്കളെ ഇനി ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പർ? റിയൽ നമ്പേഴ്സ് എന്ന് പറയാൻ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടാണ്. എന്തായിരുന്നു റിയൽ നമ്പേഴ്സ്? ഇറാഷണലും റാഷണലും കൂടിയ നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. റാഷണലും ഇറാഷണലും ഉള്ള നമ്പേഴ്സും കൂടെ അടങ്ങിയതാണ് എന്ത് മക്കളെ? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ റിയൽ നമ്പേഴ്സിന്റെ ഇതിലുള്ള ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? എന്താണ്? ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ്. ഓക്കെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. ദ സം, ഡിഫറൻസ്, product and quotient of two rational numbers will be a rational number. എന്താ മക്കളെ പറഞ്ഞത്? The sum, difference, sum എന്ന് പറഞ്ഞാൽ എന്താ? Addition, difference, product and quotient of two rational numbers will be a rational. രണ്ട് rational numbers തമ്മിൽ സം ചെയ്താലോ എന്താ പറയുന്നത്? പ്രൊഡക്റ്റ് ചെയ്താലോ പിന്നെ എന്താ പറയുന്നത്? ഡിഫറൻസ് ചെയ്താലോ ഒക്കെ എന്ത് കിട്ടും നമുക്ക്? റാഷണൽ നമ്പർ തന്നെ കിട്ടാം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എക്സാമ്പിൾ വെച്ച് നോക്കിയാലോ മക്കളെ? ശ്രദ്ധിച്ചേ, മാം ചെയ്യുന്നത് ശ്രദ്ധിച്ചേ. ഒരു റാഷണൽ നമ്പർ പറഞ്ഞേ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു 7/2 കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ. വേറെ നമ്പർ പറഞ്ഞേ. ഒരു 1/2. അപ്പൊ മാം എന്താ ചെയ്യുന്നത് നോക്കിയേ. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാണ്. 7/2 റാഷണൽ നമ്പർ ആണോ? അതെ അല്ലേ, റാഷണൽ നമ്പർ ആണ്. 1/2 റാഷണൽ നമ്പർ ആണോ? അതെ. അപ്പോൾ എന്താ മാം ചെയ്യാൻ പോകുന്നത്? ഇത് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യാം മക്കളെ? ഡിനോമിനേറ്റർ എന്താ മക്കളെ? സെയിം ആണ്. അപ്പൊ എന്താണ് ഡിനോമിനേറ്റർ? 2 അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? ഡിനോമിനേറ്റർ 2 ആണ്. ഇതിന്റെ ഡിനോമിനേറ്റർ 2 ആണ്. ഇതിന്റെ ഡിനോമിനേറ്റർ 2 ആണ്. സോ എങ്ങനെയാണ്? ഒരു ഡിനോമിനേറ്റർ 2 എന്ന് എടുത്ത് ഇത്. ഇനി എന്താണ് മോനെ ന്യൂമറേറ്ററിലുള്ളത് മക്കളെ? 7 + 1 അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. വാട്ട് ഈസ് 7 + 1? 8/2 അല്ലേ? ഓക്കെ, 8/2. 8/2 എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ ആണോ? അതെ. നമുക്ക് എന്ത് ചെയ്യാം? 8/2 ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? 4 എഴുതാം അല്ലേ? അപ്പൊ മക്കൾ വിചാരിക്കും 4 റാഷണൽ നമ്പർ ആണോ മാം? യെസ്. ഹൗ? വി ക്യാൻ റൈറ്റ് 4/1. ഓക്കെ, 4/1 ആക്കിക്കൂടെ? നമുക്കിപ്പോ 8ഉം റാഷണൽ നമ്പർ അല്ലേ? നമ്മൾ പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ? നാച്ചുറൽ നമ്പേഴ്സ് ഓർമ്മയുണ്ടോ? ഹോൾ നമ്പേഴ്സ് ഓർമ്മയുണ്ടോ? അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ആയ നമ്പേഴ്സ് ആണല്ലേ 4 എന്നൊക്കെ പറയുന്നത്. ബൈ 1 നമുക്ക് എഴുതാം. അപ്പൊ എന്തായി മാറും മക്കളെ? അത് റാഷണൽ നമ്പർ ആയിട്ട് മാറും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ മാം 1 ആയിട്ട് ഇട്ടു. അതെ. ഇനി എന്താണ് മാം പറഞ്ഞത്? ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് നോക്കിയേ. ഇതുപോലെ ഈ നമ്പർ എടുത്ത് നമുക്ക് ഡിഫറൻസ് ഇട്ടാലോ? 7/2 - 1/2. എങ്ങനെ മക്കളെ? 7/2 - 1/2 ഇങ്ങനെ ആവും. ഡിനോമിനേറ്റർ സെയിം, ന്യൂമറേറ്റർ 7 - 1. 7 - 1 എന്താ മക്കളെ? 6 അല്ലേ? 6/2 അല്ലേ? 6/2. 6/2 എന്തായി വരും? 3 ആവും. നമുക്ക് 3/1 എഴുതാം. ഓക്കെ. ഇങ്ങനെ എല്ലാத்தைയും അല്ലെ റാഷണൽ നമ്പറിന്റെ രീതി തന്നെ കിട്ടുന്നുണ്ടാവും അല്ലെ? 3/2 അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ. ഓക്കെ, പിന്നെ എന്താ മക്കളെ? നമ്മൾ എന്താണ് അടുത്തത്? പ്രൊഡക്റ്റ്. ഓക്കെ, പ്രൊഡക്റ്റ് നോക്കിയേ. പ്രൊഡക്റ്റ് നോക്കിയേ. 7/2 × 1/2 എന്താവും മക്കളെ? 7/2 × 1/2 7/4 അല്ലേ? 7/2 × 1/2 എന്താവും? 7/4. അപ്പൊ എങ്ങനെ എഴുതാ? ഇത് റാഷണൽ നമ്പർ ആണോ? യെസ്, ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. പിന്നെ എങ്ങനെ എഴുതാം? പിന്നെ എന്താ മക്കളെ പറഞ്ഞത്? ഡിവിഷൻ. ഓക്കെ, ഡിവിഷന്റെ കേസ് അല്ലേ? 7/2 / 1/2 എങ്ങനെ വരും? 7/2 / 1/2 എങ്ങനെ വരും? എന്നാലോചിച്ചോക്കെ. 7/2 / 1/2 എങ്ങനെ വരും? അങ്ങനെ ചെയ്യാം നമ്മൾ. 7/2 / 1/2 അല്ലേ? ഇതല്ലേ ചെയ്യാം. ഇതെങ്ങനെ എഴുതാ? 7/2 / 1/2 എന്നുള്ളത് 7/2 × എങ്ങനെ വരാ? 2/1 അല്ലേ? ഇങ്ങനെ വേണ്ട എഴുതാ. ഓക്കെ ആണോ? ഓക്കെ. ഇത് നമ്മൾ ഡിവിഷൻ ആണ് കൊടുക്കുന്നത്. ഡിവിഷനിൽ 7/2 / 1/2 ഇതെങ്ങനെ വന്നേ? 7/2 × 2/1 കണ്ടോ? അപ്പൊ എങ്ങനെ ആൻസർ വരിക? എങ്ങനെ ആൻസർ വരിക?
എങ്ങനെ വരും മക്കളെ? 7 into 2 14. 14. 2 into 1 2. ഓക്കെ ആണോ? ആൻസർ കിട്ടിയുണ്ടോ? 14/2. ഇത് റാഷണൽ നമ്പർ ആണോ? ഇസ് ഇറ്റ് എ റാഷണൽ നമ്പർ? യെസ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മാം എന്താ പറഞ്ഞത്? നമ്മൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് തമ്മിലുള്ള സമ്മും ഡിഫറൻസും പ്രൊഡക്റ്റും കോഷ്യന്റും എന്ത് കിട്ടണം? ആൻസർ റാഷണൽ നമ്പർ തന്നെ കിട്ടും എന്നാ പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? മാം പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചു നോക്കാം. അപ്പൊ എന്താ എടുക്കുന്നത്? ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ്. എന്താ? ദ സം, ഡിഫറൻസ്, പ്രൊഡക്റ്റ് ആൻഡ് കോഷ്യൻ ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് വിൽ ബി റാഷണൽ അല്ലേ? ഇപ്പൊ സം ചെയ്താലും ഡിഫറൻസ് ചെയ്താലും പ്രൊഡക്റ്റ് ചെയ്താലും കോഷ്യൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ചെയ്താലും രണ്ട് റാഷണൽ നമ്പേഴ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നാ പറയുന്നത്? ഇറ്റ് വിൽ ബി റാഷണൽ നമ്പർ അല്ലേ? റാഷണൽ നമ്പർ തന്നെ കിട്ടും. ഓക്കെ, ഇത് മൈൻഡിൽ വെക്കുക കേട്ടോ. എപ്പോ ഡിവിഷൻ ചെയ്യുമ്പോഴും എപ്പോ സം ചെയ്യുമ്പോഴും പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം രണ്ടും എന്താണ് p/q ഫോമിലുള്ള നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്താൽ പ്രൊഡക്റ്റ് സം എന്ത് ചെയ്താൽ എന്ത് കിട്ടും? റാഷണൽ നമ്പർ തന്നെ കിട്ടും അല്ലെ? ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഒക്കെ വേണ്ടില്ലേ? 4/2 8/2 എന്ന് പറയുമ്പോൾ നമുക്ക് 4 കിട്ടി. ബട്ട് 4 ഈസ് എ റാഷണൽ നമ്പർ അല്ലേ? മാം ഇതൊക്കെ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തതിലേക്ക് പോയല്ലോ. ഓക്കെ നെക്സ്റ്റ് വൺ നോക്കിയേ. If we add or separate a rational number with an irrational number, then the outcome will be rational. എന്താ മാം പറഞ്ഞത് നോക്കിയേ? ഇത് വിത്ത് ആണ് കേട്ടോ മക്കളെ, ഇവിടെ w ഉണ്ട്. ഓക്കെ, if we add or subtract a rational number, ഒരു റാഷണൽ നമ്പറിൽ നിന്ന് വേറൊരു ഇറാഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്യോ ആഡ് ചെയ്യോ ചെയ്താൽ then the outcome will be irrational. എന്ത് കിട്ടും മക്കളെ? നമ്മൾ ഒരു റാഷണൽ നമ്പർ എടുക്കാം. എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ എടുക്കാം. ഒരു എക്സാമ്പിൾ പറയാം. റാഷണൽ നമ്പർ മാം എടുത്തു 2. ഒരു ഇറാഷണൽ നമ്പർ എടുത്തു. എത്രയായിരുന്നു? √2 എടുക്കാം. അത് തമ്മിൽ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നാ പറഞ്ഞത്? ഒരു ഇറാഷണൽ നമ്പർ തന്നെ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇഫ് എക്സാമ്പിൾ നോക്കിയേ. if 5 is a rational number, 5 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണല്ലേ? ഓക്കെ, ആൻഡ് √7 is an irrational number. നമുക്കറിയാം √7 √2 ഏതൊക്കെയായിരുന്നു മക്കളെ ഇറാഷണൽ നമ്പർ? √2 പിന്നെ ഏതാ? √3 √5 ഒക്കെ എന്താണ് ഇറാഷണൽ നമ്പർ ആണ്. അപ്പം if 5 is a rational number and √7 is an irrational number, then 5 plus √5 and 5 minus √5 are irrational number. കണ്ടോ ചെയ്തോ? ഒരു റാഷണൽ നമ്പറും എന്താണ് വേറൊരു ഇറാഷണൽ നമ്പറും ആഡ് ചെയ്താലും എന്താ പറഞ്ഞത്? ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും എന്ത് കിട്ടും എന്നാണ് മക്കളെ പറഞ്ഞത്? we get irrational number. ഓക്കെ, അപ്പൊ വായിച്ചു നോക്കിയേ. if we add or subtract a rational number with an irrational number, then the outcome will be irrational. outcome എന്തായിരിക്കും? will be irrational. example എന്താ നാം കൊടുത്തേ? if 5 is a rational number and √7 is an irrational number, then 5 plus √7 and 5 minus √7 are irrational number. ഓക്കെ ആണോ മക്കളെ? ഇതെങ്ങനെ മക്കളെ നോക്കി ആലോചിക്കേ. 5 plus √7 √7ന്റെ വാല്യൂ എത്ര ആയിരിക്കും? ആ √7ന്റെ വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് പറയാം എന്താണ്? പറയാം ഒരു 2 plus √2 എക്സാമ്പിൾ എടുത്ത് നോക്കിയേ. 2 plus √2 √2ന്റെ വാല്യൂ എത്ര മക്കളെ? 1.414 സംതിങ് അല്ലേ √2ന്റെ വാല്യൂ. അപ്പൊ നോക്കിയേ 2.2 പ്ലസ് എത്ര? 1.41 അങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എങ്ങനെ വരിക? 3.141 അല്ലേ? ആലോചിക്കേ, ഇങ്ങനെ പോവാണ്. ഇതെന്താണ് മക്കളെ? ഇറ്റ്സ് നോട്ട് ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് അല്ലേ? നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റെക്കറിംഗും ആണ് അല്ലേ? √2ന്റെ വാല്യൂ നോക്കുക, അതിലേക്ക് 2 ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുക എന്താ കിട്ടുക? ഒരു വാല്യൂ കിട്ടും. അത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അത് അവസാനിക്കാതെ പോകുന്നതായിരിക്കും. പിന്നെ എന്തായിരിക്കും? നോൺ റെക്കറിംഗ്. നോൺ റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ?
ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ റെക്കറിംഗ് എന്ന് പറയും, റിപ്പീറ്റ് ചെയ്യാത്തതിന് എന്ത് പറയും? നോൺ റെക്കറിംഗ്. ഇററാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിക്കറിംഗ്. ഓക്കെ ആണോ? അപ്പം നമുക്ക് ഒരു റാഷണൽ നമ്പർ തമ്മില് ഒരു റാഷണൽ നമ്പറും ഒരു ഇററാഷണൽ നമ്പറും ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് മക്കളെ കിട്ടുക? ഇററാഷണൽ നമ്പർ ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഗെറ്റ് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് നമ്പർ അല്ലെ. നോൺ ടെർമിനേറ്റിംഗും എന്താണ്? നോൺ റെക്കറിംഗ് നമ്പർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തലേക്ക് പോയാലോ? If we multiplied or divide a non-zero rational number with an irrational number, then also the outcome will be irrational. നേരത്തെ നമ്മൾ എന്താ മക്കളെ പറഞ്ഞത്? സമ്മും ഡിഫറൻസും പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് കിട്ടും? റാഷണൽ പ്ലസ് ഇറാഷണൽ അല്ലെ. റാഷണൽ പ്ലസ് ഇറാഷണൽ നമുക്ക് എന്ത് കിട്ടും? ഇറാഷണൽ. റാഷണൽ മൈനസ് ഇറാഷണൽ വി ഗോട്ട് ഇറാഷണൽ. സോ നമ്മൾ എന്തിലേക്കാണ് ഇനി പോകുന്നത്? പ്രൊഡക്റ്റും പിന്നെ അടുത്തത് ഡിവിഷനിലേക്ക് പോകണം. അപ്പം ഒരു പ്രൊഡക്റ്റ് നോൺ സീറോ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞ നോക്കിയേ? ഇഫ് വി മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് എ നോൺ സീറോ റാഷണൽ നമ്പർ, ഒരു നോൺ സീറോ ആയ റാഷണൽ നമ്പറിനോണ്ട് എന്താണ്? നോൺ സീറോ റാഷണൽ നമ്പർ ഡിവൈഡ് സമ്മല്ല പ്രൊഡക്റ്റ് ചെയ്യേ ആരെ കൊണ്ട്? ഇറാഷണൽ നമ്പറിനെ കൊണ്ട് ചെയ്താൽ വി ഗെറ്റ് ഇറാഷണൽ നമ്പർ. നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇറാഷണൽ നമ്പർ തന്നെ കിട്ടും. കിട്ടുമോ? മനസ്സിലായോ? ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഇഫ് വി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് എ നോൺ സീറോ റാഷണൽ നമ്പർ വിത്ത് ആൻ ഇറാഷണൽ നമ്പർ, then also the outcome will be irrational. അല്ലേ? നമ്മൾ ഔട്ട്കം എന്തായിരിക്കും മക്കളെ? ഇറാഷണൽ ആയിരിക്കും. മറ്റൊന്ന് എക്സാമ്പിൾ നോക്കിയേ. ഇഫ് 7 ഈസ് എ റാഷണൽ നമ്പർ, നമുക്കറിയാം 7 റാഷണൽ നമ്പർ ആണ് അല്ലെ. √5 is an irrational number. എന്താണ്? √5 ഒരു irrational number ആണ്. Then 7 into √7 and 7 by √5 are irrational number. അല്ലേ? 7 into √7 ഉം 7 by √5 എന്തായിരിക്കും മക്കളെ? irrational number ആയിരിക്കും അല്ലേ? 7 എന്ന് പറയുന്നത് ഒരു irrational നമ്പറും √5 എന്ന് പറയുന്നത് നമ്മളൊരു irrational നമ്പറും എടുത്തു അല്ലേ? അപ്പൊ എന്തായിരുന്നു? അത് ഇൻറ്റു ചെയ്യാം. 7 into √7 7 into √5. 7 into √5 എന്ത് കിട്ടും മക്കളെ? 7 into √5 7 √5 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഇറാഷണൽ നമ്പർ. ഇവിടെ 5 ആണ് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ തന്നത് 5 ആയിരുന്നു. ഇപ്പൊ √7 അല്ല 5 ആണ് കേട്ടോ. ഓക്കെ, അപ്പം ആൻഡ് 7 by √5 ആറ് ഇറാഷണൽ നമ്പർ കേട്ടോ. 7 by √5 അത് ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറാഷണൽ നമ്പർ തന്നെ കിട്ടും അല്ലെ. √5 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? √5 ഈസ് ഇറ്റ് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് നമ്പർ ആണ് √5 അല്ലെ. അത് നിൽക്കുന്നുണ്ടോ? ഇല്ല, നിൽക്കുന്നില്ല. എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ നമ്പർ നമ്മൾ ബൈ ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്പർ നമ്മൾ എന്തിനെ കൊണ്ട്? റാഷണൽ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇറാഷണൽ നമ്പർ തന്നെ കിട്ടും. കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ റെക്കറിംഗ് ആയ നമ്പർ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ഇതിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ചോദിക്കേ. The sum, difference, product and quotient of two irrational number could be rational or irrational. ഇനി എന്താ മക്കളെ പറയുന്നത്? നമ്മളിപ്പോ പറഞ്ഞത് എന്തായിരുന്നു? ഫസ്റ്റ് പറഞ്ഞു നമ്മൾ റാഷണൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യോ ഡിഫറൻസ് ചെയ്യോ ഒക്കെ ചെയ്താൽ നമുക്ക് റാഷണൽ നമ്പർ തന്നെ കിട്ടും. പിന്നെ പറഞ്ഞായിരുന്നു ഈ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും തമ്മിൽ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ പ്രൊഡക്റ്റ് ചെയ്യോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യോ ചെയ്താൽ വി ഗെറ്റ് ആൻ ഇറാഷണൽ നമ്പർ. പിന്നെ നമുക്ക് ഇനി അടുത്ത എന്തായിരിക്കും രണ്ട് നമ്പർ ഇറാഷണൽ നമ്പർ ആണെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്താൽ എന്തായാലും ഒരു ഇറാഷണൽ നമ്പറോ അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പറോ വരും എന്നാ പറഞ്ഞത്. ആഡ് ചെയ്യേ സബ്ട്രാക്ട് ചെയ്യേ മൾട്ടിപ്ലൈ ചെയ്യേ ഡിവൈഡ് ചെയ്യേ എന്ത് ചെയ്താലും വി വിൽ ഗെറ്റ് റാഷണൽ നമ്പർ അല്ലെങ്കിൽ ചിലപ്പോൾ ഇറാഷണൽ നമ്പർ കിട്ടും. ഓക്കെ, അയച്ചോക്കെ മിസ് തന്ന എക്സാമ്പിൾ നോക്കിയേ. √3 + √3. √3 എന്താണ് മക്കളെ?
ഇസ് ഇറ്റ് എ ഇറാഷണൽ നമ്പർ? അപ്പൊ √3 എന്ന് പറഞ്ഞ ഇറാഷണൽ നമ്പറും √3 എന്ന് പറഞ്ഞത് ഇറാഷണൽ നമ്പറും നമ്മൾ ആഡ് ചെയ്യാം. √3 + √3 എന്താണ് മക്കളെ? 2√3 അല്ലേ? √3 + √3 2√3 അല്ലേ? അതെ. ഇനി നോക്കിയാൽ √2 - √2 ഇറാഷണലും തമ്മിൽ ഇറാഷണൽ മൈനസ് ഇറാഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? റാഷണൽ അല്ലേ? അല്ല, 0 കിട്ടി. 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. ഓക്കെ. ഇനി എന്താണ്? ഇറാഷണൽ ഇൻറ്റു ഇറാഷണൽ. ഇറാഷണൽ √6ഉം എന്താണ്? ഇൻറ്റു √6 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 6 കിട്ടും അല്ലേ? റൂട്ട് ഇൻറ്റു റൂട്ട് നമുക്കറിയാം. √x ഇൻറ്റു √x ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? x ആണ് അല്ലെ? √3 ഇൻറ്റു √3 എത്ര? 3 ആണ്. അതേപോലെ √6 ഇൻറ്റു √6 എത്ര? 6 ആണ്. സോ irrational number into irrational number we got rational number. Okay. ഇനി എന്താണ് അടുത്ത എക്സാമ്പിൾ? √13 അല്ലെ? √13 by √13 is equal to 1. Irrational divided by irrational we got rational number അല്ലെ? അതാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ. The sum, difference, product and quotient of two irrational number could be rational or irrational. അപ്പൊ എന്തായിരിക്കും? റാഷണലും ആവാം ഇറാഷണലും ആവാം. അപ്പൊ എക്സാമ്പിൾ കൊടുത്തത് ഈ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. ഓക്കെ.